നാട് കുട്ടിച്ചോറായതിൻ്റെ കാരണം അന്വേഷിക്കാനായിട്ട് എല്ലാവരും ടോർച്ച് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരുടെ മേൽ ഇത് കെട്ടിവെക്കാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു നാട് നന്നാവുന്നതും ഒരു നാട് ഉയരുന്നതും രാഷ്ട്രീയമാണ് പ്രധാനം. അപ്പോൾ ഇവിടെ വലിയ നേട്ടങ്ങൾക്കെല്ലാം കയ്യടി വാങ്ങിച്ചത് രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരു നാട് തകരുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യേണ്ടതും രാഷ്ട്രീയം തന്നെയാണ്. ഈ തെറ്റായ രാഷ്ട്രീയം ഇവിടെ നിൽക്കുന്നിടത്തോളം കാലവും ഒന്നും ശരിയാകാൻ പോകുന്നില്ല. വിദ്യാഭ്യാസം തന്നെ എടുക്കാം. പൊതുവിദ്യാഭ്യാസത്തിലാണ് നമ്മുടെ 80% കുട്ടികളും പഠിക്കുന്നത്. ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഈ നാശത്തിന് കാരണം എന്താണ്? ഒന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയവും വേറൊന്ന് അധ്യാപക രാഷ്ട്രീയവുമാണ്. ഇതെല്ലാം എടുത്ത് പുറത്ത് കളയണം. ഞാൻ കണ്ട ഒരു കാഴ്ച അമ്പരപ്പിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ചെന്നിട്ട് പ്രിൻസിപ്പലിൻ്റെ കസേര കയറിയിരിക്കുകയാണ്. പ്രിൻസിപ്പൽ ഒരു ശിങ്കിടിയെ പോലെ മാറി അവിടെ കയ്യും കൂപ്പി നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുള്ള ഒരു സമൂഹം എങ്ങനെയാണ് വിദ്യാഭ്യാസപരമായി വരുന്നത്?